ഇപ്പോൾ വരുന്നുണ്ട്. പ്രദീപ് ന്യൂയോർക്കിൽ നിന്ന്. പ്രദീപ് നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. അവിടെ നല്ല ചൂടുള്ള വാർത്തയായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കുമ്പോഴേ ഫുള്ള് നിറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. എല്ലാ ചാനലും അതിന് ആഘോഷിക്കാൻ പോലെ തോന്നുന്നു. എന്തായാലും അത് ചിലപ്പോ ആഘോഷമായിരിക്കാം. പക്ഷെ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തില് ആര് വന്നു കഴിഞ്ഞാലും ഈ യുദ്ധം പൂർണ്ണമായി ഇറാനെ തകർത്തിരിക്കും. അത് ഉറപ്പ്. അതിനകത്ത് 100 വട്ടം ഉറപ്പാണ്. ഇറാൻ എന്നൊരു രാജ്യത്തിന് അമേരിക്കയിലെ മലയാളികളൊക്കെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തികളെയൊക്കെ ബാധിക്കുമെന്ന ആശങ്ക മലയാളികൾക്കുണ്ടോ പ്രദീപ് ന്യൂയോർക്കിൽ? ഇവിടെ അങ്ങനെ ബേസിക്കലി ഒന്നും ബാധിക്കുന്നില്ല മിസ്റ്റർ കിരൺ. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ അതൊരു ചെറിയൊരു ന്യൂസാണ്. കാരണം അമേരിക്ക ഇത് പല രാജ്യങ്ങളായിട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ലോക സമാധാനത്തിനും ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ടെററിസം ഒരു ഭീഷണിയാണെന്നേ. തീവ്രവാദം ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അത് ഏത് രാജ്യം നടപ്പിലാക്കിയാലും. നിങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനെ നോക്കൂ. ഈ പാകിസ്ഥാൻ കാരണമല്ലേ നമ്മുടെ എക്കണോമി ഇത്രയും താഴ്ന്നു പോയത്. ഇതൊറ്റ രാജ്യം, പാകിസ്ഥാൻ എന്നൊരു രാജ്യം നമ്മളോട്ട് സൗഹൃദത്തിൽ ഇരുന്നുവെങ്കിൽ, അവർ തീവ്രവാദങ്ങൾ നടത്താതിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ എവിടെ ഇരുന്നേ? അപ്പൊ ലോകത്തിൽ ഏത് രാജ്യം, അത് എക്സ് ഓർ വൈ, ഏത് രാജ്യം തീവ്രവാദം നടത്തുന്നോ അടുത്തിരിക്കുന്ന രാജ്യങ്ങളാണ് അത് നശിക്കുന്നത്. അതിന്റെ അനുഭവിക്കുന്ന നിരപരാധികളായ ലോകത്തെ ജനങ്ങളാണ്. 32,000 പേരെയാണ് ഈ ഇറാൻ, ഈ ഖമനേനിയുടെ ടീം ഒരു 2 ആഴ്ചക്കകത്ത് കൊന്നൊടുക്കിയത്. അതിനെക്കുറിച്ചൊന്നും ആർക്കും നാട്ടിൽ കരയാനില്ല. ഞാൻ നോക്കിയെടുത്തോളം പിണറായി വിജയന്റെ ഒരു വിലാപനം കാണുന്നതായിട്ട് അദ്ദേഹം ഇത്രയ്ക്ക് വിലാപം നടത്തുന്നതിന് ഈ 32,000 പേരെ കൊന്നതിന് അദ്ദേഹത്തിന് വിവരിക്കാൻ വയ്യ. അമേരിക്കയെ കുറിച്ച് മോശമായി പറയുന്നു. ഇനി അടുത്ത അസുഖം വരുമ്പോൾ നേരെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അതെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇറാനിലോ ചൈനയിലോ ഒക്കെ വെക്കൂടെ? അപ്പൊ ചികിത്സയ്ക്കും എല്ലാത്തിനും. ഇനി വേറൊരു കാര്യം മിസ്റ്റർ മനു, നമ്മൾ ഒരു രാജ്യത്ത് വന്നു എന്ന് കരുതി പൊതുവെ അവിടെ യുദ്ധത്തെ ആരെങ്കിലും ന്യായീകരിക്കും? നോക്കൂ, യുദ്ധത്തിനെ ന്യായീകരിക്കണം ചോദിക്കണം. ഞാൻ ചോദിക്കണത് നിങ്ങൾ എന്തുകൊണ്ട് സെലക്റ്റീവ് ആകുന്നു? എന്തുകൊണ്ട് ഈ റഷ്യയും നമ്മുടെ ഇതുമായിട്ട് നടക്കുന്ന യുദ്ധത്തെ നിങ്ങൾ ഒരു സൈഡ് പിടിക്കുന്നു, റഷ്യക്ക് സപ്പോർട്ട് ചെയ്യുന്നു? ഇവിടെ വരുമ്പോ എന്താ തിരിച്ചു പറയുന്നു? ഇതിലെന്ത് ന്യായം? ന്യായം പറയുമ്പോൾ ആരും മരിച്ചാലും ഞാൻ ഒരിക്കലും ഈ യുദ്ധത്തിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ ഉദ്ദേശം, അവർക്ക് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശം അതൊരു നല്ല ഉദ്ദേശമല്ല. അത് ഇസ്രായേൽ എന്ന രാജ്യത്തെ തകർക്കാനാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇസ്രായേലിന് ഇവർ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കി വെച്ചോളൂ. ഇവർ ആദ്യം ചെയ്യുന്നത് ഇസ്രായേലിനെ തകർക്കും. രണ്ടാമത് അവർ ആ ന്യൂക്ലിയർ സാധനം കൊണ്ടുവന്ന് പാകിസ്ഥാൻ, നമ്മുടെ കാശ്മീരിൽ ഉള്ള തീവ്രവാദികളെ കൈ കൊടുത്ത് ഇന്ത്യക്ക് അടിച്ചിരിക്കും, ഉറപ്പ്. അതുകൊണ്ട് ലോകത്ത് ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചാലും അതിന് വെള്ളവും വളവും കോരി ഒഴിച്ച് വളർത്തുന്നുണ്ടെങ്കിലും അത് ലോകത്തിലെ ജനങ്ങളുടെ സർവ്വനാശത്തിലേ പോവുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് തൊട്ട് മുന്നേ അവിടെ പാർലമെന്റിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രഖ്യാപിച്ചതും അവർ ബെസ്റ്റ് കൺട്രി ഫ്രണ്ടാണെന്നുള്ള കണക്ക് നമ്മൾ സംസാരിച്ചില്ലേ? അപ്പൊ ഇന്ത്യയുടെ ചായ്വ് എവിടെയാണ്? ഇന്ത്യ ചായ്വ് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ കൂടെയാണ്, ഇറാന്റെ കൂടെ അല്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വെക്കാം. കഴിഞ്ഞ 8 മാസമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള 8 പേരെ പിടിച്ച് ഇറാൻ തടങ്കിൽ വെച്ചിരിക്കുകയാണ്. അത് വെറും സാധാരണ കപ്പലിൽ ജോലി ചെയ്യുന്ന വെറും തൊഴിലാളികളാണ്. എന്തേ അവരെ വിട്ടുതരാത്തത്? അപ്പൊ ഇറാനൊരു നമ്മുടെ നല്ല സുഹൃത്ത് രാജ്യമൊന്നുമല്ല. അതിനെക്കുറിച്ച് ആരും വിലപിക്കേണ്ട കാര്യമില്ല. ലോകത്ത് തീവ്രവാദം നിൽക്കണം, നശിക്കണം, എങ്കിലേ മറ്റുള്ളവർ നന്നായി ജീവിക്കൂ. താങ്ക് യു സോ മച്ച്. വ്യക്തമാണ്. അപ്പൊ അതാണ് പ്രദീപിന്റെ അവിടുന്ന് അമേരിക്കയിൽ നിന്നുള്ള നമ്മുടെ പ്രേക്ഷകരുടെ പ്രതികരണം. ഏതായാലും പാകിസ്ഥാനിൽ ഇപ്പോൾ 8 പേർ മരിച്ചു എന്ന വിവരം ഇതോടനുബന്ധിച്ച് വരികയാണ്. അവിടെ US കോൺസുലേറ്റിലേക്ക് പാകിസ്ഥാനിലെ ആളുകൾ ചില പ്രതിഷേധവുമായി ചെന്നു. തുടർന്ന് അവിടുത്തെ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി. അതിൽ 8 പേർ മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവര് അവിടെ ഈ ആയത്തുള്ള അലി ഖമനേയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവുമായാണ് US കോൺസുലേറ്റിലേക്ക് പോയത്. അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും അവിടെ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ വി വിനോദ് ഡെസ്കിൽ നിന്ന് എന്നോടൊപ്പം ചേരും. പക്ഷെ അതിനു മുമ്പ് ആനന്ദൻ കരുനാഗപ്പള്ളിയിൽ നിന്ന്. ആനന്ദൻ, അങ്ങേക്ക് പ്രേക്ഷകർക്കുമായി പങ്കുവെക്കാനുള്ള വിവരം എന്താണ്? സാർ, ഇതുപോലെ ഞാൻ 2 ദിവസം കൊണ്ട് ഇന്നലെ സന്ധ്യ തൊട്ട് എന്റെ സഹോദരിയുടെ മോനെ വിളിക്കുന്നു. കുവൈറ്റിലാണ് അവൻ. ബന്ധപ്പെടാൻ പറ്റുന്നില്ല. നമ്മുടെ കോൺസുലേറ്റ് എന്തെങ്കിലും അതിനാ വേണ്ട നമ്മുടെ ഇന്ത്യയുടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കുവൈറ്റുമായിട്ട് നമ്മുടെ മലയാളിയുടെ കാര്യത്തിന്? അത് നമ്മുടെ നോർക്ക റൂട്ട്സിനാണ് അവിടെ ഇത് അടിയന്തരമായി അവിടെ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. ആളുകൾക്ക് സഹായിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന വിവരങ്ങളാണ് എനിക്ക് ലഭിക്കുന്നത്. ഏതായാലും GCC അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു.